ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നീ ഓപ്ഷൻസിനെ കുറിച്ചാണ്. പ്രധാനമായും ഈ വീഡിയോയിലൂടെ 3 ഓപ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഫൈൻഡ്, സെലക്ട്, റീപ്ലേസ്, ഗോ ടു സ്പെഷ്യൽ എന്നീ 3 ഓപ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ഫൈൻഡ് ഓപ്ഷനെ കുറിച്ചാണ്. നമ്മളുടെ ഷീറ്റിൽ ഒരു വേർഡ് എത്രത്തോളം ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നതിനു വേണ്ടിയും എവിടെയെല്ലാം വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയുമാണ് ഈ ഓപ്ഷൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതിനായി ഹോം ടാബിൽ പോയി ഫൈൻഡ് ആൻഡ് സെലക്ട് നിന്നും ഫൈൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫൈൻഡ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ എക്സൽ ഈ ഷീറ്റിലെ മുഴുവൻ സ്ഥലങ്ങളിലും എക്സൽ സെർച്ച് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഏരിയ മാത്രം മതിയെങ്കിൽ ആദ്യം സ്പെസിഫിക് ഏരിയ മാത്രം സെലക്ട് ചെയ്യുക. ശേഷം ഫൈൻഡ് ആൻഡ് സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഏരിയയിലുള്ള വേർഡുകൾ മാത്രമേ എക്സൽ സെർച്ച് ചെയ്യുകയുള്ളൂ. ഈ സ്പേസിൽ നമുക്ക് കണ്ടെത്താനുള്ള വാക്കുകൾ ടൈപ്പ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഫൈൻഡ് നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി ബോൾ എന്നുള്ളത് എവിടെയാണോ വന്നിട്ടുള്ളത് അവിടേക്കായിരിക്കും, ആ സ്ഥലമായിരിക്കും എക്സൽ ആദ്യമായി സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുത്ത് കാണിച്ചു തരിക. വീണ്ടും നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്പേസ് നമുക്ക് അടുത്ത സ്ഥലത്ത് എവിടെയാണ് ആ വാക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് എക്സൽ നമുക്ക് കാണിച്ചു തരുന്നു. ഫൈൻഡ് ആൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും എക്സൽ എവിടേക്കെയാണ് നമ്മൾ ആ വാക്കുകളുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി എക്സൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി മൈക്രോസോഫ്റ്റ് എക്സലിലെ റീപ്ലേസ് ഓപ്ഷനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. റീപ്ലേസ് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്പെസിഫിക്കായ വേർഡ് തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ നമുക്ക് വേർഡ് മാറ്റി മറ്റൊരു വേർഡ് ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വളരെ ഉപകാരപ്രദമാവും. പലപ്പോഴും നമ്മൾ സ്പെല്ലിങ് തെറ്റി ടൈപ്പ് ചെയ്ത വല്ല വാക്കുകളും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരുമിച്ച് മാറ്റണമെങ്കിലും മറ്റും ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ഈ വലിയ ഡാറ്റകളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമായി വരുന്നതാണ്. അതിനായി ഹോം ടാബിൽ പോയി എഡിറ്റിംഗ് ഗ്രൂപ്പിൽ നിന്നും റീപ്ലേസ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഡയലോഗ് ബോക്സ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഇപ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ റീപ്ലേസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. റീപ്ലേസ് വിച്ച് ഫൈൻഡ് മാത്രം നമുക്ക് ഏത് പദമാണോ ആദ്യം കണ്ടെത്താനുള്ളത് ആ പദമാണ്, ആ ടൈമാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പുതുതായിട്ട് ഏത് ടൈമാണോ വരേണ്ടത് അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യും. ബോൾ എന്നുള്ള അവിടെ കാറ്റ് എന്നുള്ളതാണ് വരേണ്ടത്. ശേഷം നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് അടിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ബോൾ എന്നുള്ള തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ റീപ്ലേസ് എന്നുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ബോൾ എന്നുള്ളിടത്ത് മാറി കാറ്റ് എന്നുള്ളത് വന്നിരിക്കുന്നു. ഓക്കെ, റീപ്ലേസ് ആൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ ഈ സ്ഥലങ്ങളിൽ ബോൾ എന്നുള്ളത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി റീപ്ലേസ് ആൾ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കെയാണോ ബോൾ എന്നുള്ളത് അവിടേക്ക് കാറ്റ് എന്നായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കാറ്റ് എന്നുള്ള വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് ഗോ ടു സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ മൈക്രോസോഫ്റ്റ് എക്സലിൽ. നമ്മൾ ഈ ഷീറ്റിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഫോർമുലകൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതും അങ്ങനെ ഫോർമുല തുടങ്ങി ഡാറ്റ വാലിഡേഷൻ തുടങ്ങി നമ്മൾ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക്
മനസ്സിലാക്കി തരുന്നതിന് കണ്ടെത്തി തരുന്നതിന് ഗോ ടു സ്പെഷ്യൽ ഉപയോഗിക്കുന്നത്. ഫോർമുലകൾ, കമൻസുകൾ, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങൾ, കോൺസ്റ്റൻസ്, ഡാറ്റ വാലിഡേഷൻ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഗോ ടു സ്പെഷ്യൽ വഴി നമുക്ക് കണ്ടെത്തി എക്സൽ നമുക്ക് കാണിച്ചു തരുന്നു. അതിനായി ഹോം ടാബിൽ നിന്നും പോയി എഡിറ്റിംഗ് ഗ്രൂപ്പിൽ നിന്നും ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി ഗോ ടു എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ ഗോ ടു സ്പെഷ്യൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഗോ ടു സ്പെഷ്യൽ ഓപ്ഷൻ ലഭിക്കുന്നു. ഇതിൽ ഫോർമുല എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ, ടെക്സ്റ്റ്, ലോജിക്കൽസ്, എറേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷീറ്റിൽ എവിടെയാണ് ഒരു ഫോർമുല വന്നിട്ടുള്ളത് ആ ഭാഗം നമുക്ക് എക്സൽ കാണിച്ചു തരുന്നു. ഇവിടെ ഒരു ഫോർമുല വന്ന് കാണിക്കാൻ ഉണ്ട്. ഫോർമുല ബാറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു സ്പെഷ്യൽ എന്നീ 3 ഓപ്ഷനുകളെ കുറിച്ചാണ്. ആദ്യമായി നമുക്കൊരു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഫൈൻഡ് എന്നുള്ളതും ഓപ്ഷനും, നമുക്ക് മുമ്പ് ടൈപ്പ് ചെയ്തൊരു വാക്കൊന്ന് മാറ്റി മറ്റൊരു ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി റീപ്ലേസ് എന്നുള്ള ഓപ്ഷനും, ഫോർമുലകളിലും മറ്റുമുള്ള നമ്മുടെ വാക്കുകളും എറേഴ്സുകളും ഒക്കെ നമുക്ക് കണ്ടെത്തി തരുന്നതിന് ഗോ ടു സ്പെഷ്യൽ എന്നീ ഓപ്ഷനുകളുമാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീക്ഷിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.